നിർബന്ധിത മതപരിവർത്തനം എന്ന വാക്ക് യഥാർത്ഥ പെന്തിക്കോസ്തുകാർക്കെതിരെ ഉപയോഗിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അതിനുപയോഗിച്ച മാർഗങ്ങൾ നിരവധിയാണ്. നമുക്കറിയാമത്. അത്തരത്തിലൊരു മാർഗം ഇവിടെ ഇന്ത്യയിൽ ആരും ഉപയോഗിച്ചിട്ടില്ല. അവരെ ഭീഷണിയിലൂടെയോ പ്രലോഭനങ്ങളിലൂടെയോ വല്ലാതെ പ്രേരിപ്പിച്ചുകൊണ്ടോ മതം മാറാൻ നിർബന്ധിക്കാറില്ല. ഭരണഘടനാനുസൃതമല്ലാത്ത, ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു നടപടിക്രമം പെന്തക്കോസ്ത് സമൂഹത്തിനില്ല. പെന്തക്കോസ്ത് ഒരു മതമല്ല, ഇതൊരു മാർഗമാണ്. ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും എന്റെ വിനീതമായ സ്നേഹവന്ദനം. എത്രയോ കാലങ്ങളായി നമുക്കിടയിൽ കേട്ടുവരാറുള്ള ഒന്നാണ് പെന്തക്കോസ്തുകാർ നിർബന്ധിതമായ മതപരിവർത്തനം നടത്തുന്നു. പെന്തക്കോസ്തുകാരുടെ പ്രവർത്തനം മൂലം ആളുകൾ അവരുടെ മതങ്ങൾ വിട്ട് വിശ്വാസത്തിന്റെ വഴികളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ അതെന്താണ്? നിർബന്ധിതമായ മതപരിവർത്തനമാണോ? അതാണ് വാസ്തവത്തിൽ അത് വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മതം എന്ന വാക്ക് നമ്മുടെ ഇടയിൽ പലപ്പോഴും ഉപയോഗിക്കാറുള്ളത് സംഘടിത മതങ്ങൾക്കാണ്. ഇന്ത്യ വിവിധ മതങ്ങളുടെ ജന്മഭൂമിയാണ്. ഈ മതങ്ങളെല്ലാം തന്നെ പൊതുവായി ഏകദേശം എല്ലാം ഒരുപോലെയാണ് എന്ന് പറയുന്നതാണ് വാസ്തവം. ഇവ തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്കുള്ള മാറ്റം എന്നുള്ളത് ഇന്ത്യയിൽ പല പ്രാവശ്യം നടന്നിട്ടുണ്ട്. ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ നാഗ്പൂർ മൈതാനിയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഹിന്ദു മതം വിട്ട് ബുദ്ധമതത്തിൽ ചേർന്നത്. ഹിന്ദു മതത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ലക്ഷങ്ങൾ ഒരുമിച്ച് ഒരൊറ്റ ദിവസം ദൃഢപ്രതിജ്ഞയോടുകൂടെ ബുദ്ധമതത്തിലേക്ക് ചേക്കേറുകയുണ്ടായി. ഇത്തരം മതപരിവർത്തനങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അക്കാലത്ത് ആരും അതിനെ എതിർക്കാൻ മുതിർന്നിട്ടില്ല. അതിന്റെ പ്രധാന കാരണം അത് ഇവിടുത്തെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ കൂട്ടമതപരിവർത്തനമായിരുന്നു. അവരേതു വഴിക്ക് പോയാലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന മനോഭാവമായിരുന്നു അക്കാലത്ത്. എന്നാൽ പിന്നീട് കാലങ്ങൾ മാറിയപ്പോൾ മതബോധം കൊണ്ട് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാം, അത് നിലനിർത്താമെന്ന് വലതുപക്ഷ സംഘടനകൾ മനസ്സിലാക്കിയതോടുകൂടി ജനങ്ങൾ ഒരിക്കലും മതം വിട്ട് മാറാതിരിക്കണം എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. അവരാ മതത്തിൽ നിൽക്കുന്നിടത്തോളം കാലം അതൊരു വലിയ വോട്ട് ബാങ്കാണ്. മതപരിവർത്തനത്തിനെതിരെ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ മതമൗലികവാദികളായതുകൊണ്ട് മാത്രമല്ല, അവർക്ക് മതത്തിൽ നിന്ന് ആളുകൾ നഷ്ടപ്പെട്ടാൽ തങ്ങളുടെ വോട്ട് നഷ്ടപ്പെടും എന്ന ഭീതിയാണ് പലപ്പോഴും മതപരിവർത്തനത്തെ എതിർക്കുന്നവരുടെ പിൻപിലുള്ള അജണ്ട എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ശക്തിയുക്തം അതിനെ എതിർക്കുന്നത് എന്ന് സൂക്ഷ്മ വിശകലനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഒരാൾ ഒരു മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് ചേക്കേറുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ പെന്തക്കോസ്തുകാരായ ആളുകൾ, സംഘടനകൾ പ്രധാനമായും
ഒരു സന്ദേശം ജനങ്ങളെ അറിയിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവരെ ഭീഷണിയിലൂടെയോ പ്രലോഭനങ്ങളിലൂടെയോ വല്ലാതെ പ്രേരിപ്പിച്ചുകൊണ്ടോ മതം മാറാൻ നിർബന്ധിക്കാറില്ല. അവരുടെ അടുക്കൽ ഒരു സന്ദേശം അറിയിക്കും. അത് താല്പര്യമാണെങ്കിൽ അവർക്കതിനെ സ്വീകരിക്കാനും, താല്പര്യമില്ലെങ്കിൽ അതിനെ നിരസിക്കാനും പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട്. ഈ സന്ദേശം ഞാൻ അംഗീകരിക്കുന്നില്ല എന്നൊരു ശ്രോതാവ് പറഞ്ഞാൽ പിന്നെ അയാളോട് ഒരു അക്ഷരവും മിണ്ടാതെ അയാളുടെ സ്വാതന്ത്ര്യത്തിന് അയാളെ വിടുകയാണ് പെന്തക്കോസ്തിന്റെ രീതി എന്ന് പറയുന്നത്. എന്നാൽ ഒരാൾ സ്വമനസാലെ എനിക്കിത് വേണം, ഞാൻ ഈ സന്ദേശം അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അയാളെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുകയാണ് ഞങ്ങളുടെ പതിവ്. ഇവിടെ നിർബന്ധിത മതപരിവർത്തനം എന്ന വാക്ക് യഥാർത്ഥ പെന്തിക്കോസ്തുകാർക്കെതിരെ ഉപയോഗിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അതിൽ വിശ്വസിക്കുന്നവരല്ല പെന്തിക്കോസ്തുകാർ. ആൾക്കൂട്ടത്തെ കച്ചവടച്ചരക്കാക്കി മാറ്റുന്ന പ്രവണത ചിലർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് സമ്മതിക്കുന്നു. ചില ആളുകൾ അത്തരത്തിലുള്ള വ്യാപാരത്തിൽ ഇടപെടാറുണ്ട് എന്നതും തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ യഥാർത്ഥ പെന്തക്കോസ്ത് സംഘടന ഒരിക്കലും അവരുടെ ആശയത്തിന്റെ ഭാഗമായി എങ്ങനെയെങ്കിലും ആളുകളെ ഇതിനകത്താക്കണം എന്ന ചിന്തയോടെ പ്രവർത്തിക്കുന്നവരല്ല. രക്ഷാ സന്ദേശം എന്ന സന്ദേശം കേട്ട് മാനസാന്തരപ്പെടുന്ന ഒരാളെ മാത്രമേ ഞങ്ങൾ ഉൾക്കൊള്ളാറുള്ളൂ. അപ്പൊ മാനസാന്തരപ്പെടാത്ത ഒരാളെ സഭ സ്വീകരിക്കാറില്ല. രക്ഷയുടെ സന്ദേശം അപ്പാടെ അംഗീകരിച്ച് മാനസാന്തരപ്പെട്ട് വ്യക്തിയിൽ സമൂലമായ മാറ്റം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അയാളെ സ്വീകരിക്കുക. ഒരിക്കലും ഇത് നിർബന്ധത്താൽ ചെയ്യിക്കാനാവില്ല. അറേബ്യൻ നാടുകൾ ഒരു കാലത്ത് വിവിധ മതവിശ്വാസങ്ങളിലായിരുന്നു. ഇന്നത്തെ ഇറാൻ പഴയ പേർഷ്യ, പാഴ്സി മതമായിരുന്നു അവിടുത്തെ മുഖ്യമതം. അറേബ്യൻ നാടുകൾ മുഴുവൻ ഇന്ന് ഒരൊറ്റ മതത്തിന്റെ കീഴിലായി. അതിനുപയോഗിച്ച മാർഗങ്ങൾ നിരവധിയാണ്, നമുക്കറിയാമത്. അത്തരത്തിലൊരു മാർഗം ഇവിടെ ഇന്ത്യയിൽ ആരും ഉപയോഗിച്ചിട്ടില്ല. മുഗളന്മാരുടെ കാലത്തോ ബ്രിട്ടീഷുകാരുടെ കാലത്തോ ആധുനിക കാലത്തോ നിർബന്ധിതമായി ജനങ്ങളെ കൂട്ടമതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു അജണ്ട, പ്രത്യേകിച്ചും ഇവാഞ്ചലിക്കലായ സഭകൾക്കില്ല എന്നുള്ളതാണ് പരമാർത്ഥമായ കാര്യം. മനുഷ്യനെ രക്ഷിക്കുവാൻ സർവശക്തനായ ദൈവം അവരോടുള്ള സ്നേഹം കൊണ്ട് തന്റെ പുത്രനെ കാൽവറി ക്രൂശിൽ ബലിയായി നൽകി. മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മനുഷ്യവംശത്തിന്റെ പ്രശ്നം കൂടെ പരിഹാരകനായി രക്ഷയ്ക്കുള്ള ഏക മാർഗമായും ലോകത്തെ അറിയിക്കുക എന്ന ദൗത്യമാണ് ഞങ്ങൾക്കുള്ളത്. ആ അറിയിക്കുന്ന ദൗത്യം ഏത് തരത്തിലുള്ള സാഹചര്യമായാലും ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അത് കേൾക്കുന്ന ആളുകൾ അവരാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളിത് അംഗീകരിക്കണമോ നിരസിക്കണമോ. അംഗീകരിക്കുന്നവരെ സ്വീകരിക്കാനും നിരസിക്കുന്നവരെ ഞങ്ങൾ വെറുതെ വിടാനും പിന്നീടൊരു ഫോളോ അപ്പ് വർക്കിന് പോലും ശ്രമിക്കാതെ അവരെ അവരുടെ വഴിക്ക് വിടുന്നതാണ് ഞങ്ങളുടെ പതിവ്. അതുകൊണ്ട് നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നത് പെന്തക്കോസ്ത് സഭകളുടെ രീതിയല്ല. എന്നാൽ മതപരിവർത്തനമുണ്ട്, അത് നിർബന്ധത്താലല്ല. ആ മതപരിവർത്തനം മതം വിട്ട് മറ്റൊന്നിലേക്ക് മാറുന്ന
ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണത്. ഇന്ത്യൻ ഭരണഘടന അത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പ്രായപൂർത്തിയായ ഒരാൾക്ക് ഏത് മതം തിരഞ്ഞെടുക്കാനും ഏത് മതത്തെ വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അത് മാത്രമാണ് ഇവിടെ വിനിയോഗിക്കാറുള്ളൂ. ഭരണഘടനാനുസൃതമല്ലാത്ത, ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു നടപടിക്രമം പെന്തിക്കോസ്ത് സമൂഹത്തിനില്ല എന്നതാണ് പരമാർത്ഥം. അതുകൊണ്ട് ഇത്തരം ആളുകൾ വിമർശകരായി വരുമ്പോൾ അവരെല്ലാ പാപഭാരവും പെന്തക്കോസ്ത് സംഘടനകളുടെ തലമേൽ കെട്ടിവെക്കുന്ന ഒരു പതിവാണ് കാണുന്നത്. അത് തികച്ചും മുൻവിധിയോടുകൂടിയുള്ളതാണ്. ഒരു കാരണവശാലും അത് നീതിയുക്തമായ, കാര്യകാരണ സഹിതമായ ഒരു ആരോപണമല്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ഏറ്റവും ഒടുവിലായി പറയാനുള്ളത്, പെന്തക്കോസ്ത് ഒരു മതമല്ല, ഇതൊരു മാർഗമാണ്. സാധാരണ ഒരു മതം എന്ന നിലയിൽ അതിന് വേണ്ട ചില ലക്ഷണങ്ങളുണ്ട്, എല്ലാ മതങ്ങൾക്കുമുണ്ട്. അത്തരം ലക്ഷണങ്ങളൊന്നും ഇതിലില്ല. തീർത്ഥാടന കേന്ദ്രങ്ങളില്ല, പവിത്രമായ ദൈവാലയ സങ്കല്പമില്ല, കാർമ്മികന്മാരായ പുരോഹിതന്മാരോ പൂജാരിമാരോ ഇല്ല, കർമാനുഷ്ഠാനങ്ങളില്ല. ഇതൊന്നുമില്ലാത്ത ഒരു മാർഗമാണ് പെന്തിക്കോസ്ത്. മറ്റെല്ലാ മതങ്ങൾക്കും ഇതെല്ലാമുണ്ട്. ഈ മാർഗം ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്താൽ ഞങ്ങളിൽ നിക്ഷിപ്തമാകയാൽ അത് എന്തു വില കൊടുത്തും അഹോരാത്രം ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള മുഴു സ്വാതന്ത്ര്യവും ഓരോ കേൾവിക്കാരനുമുണ്ട്.